തിരുവനന്തപുരം വേളിക്കടലിൽ മൃതദേഹം കരക്കടിഞ്ഞു. മൃതദേഹത്തിന്റെ കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് വേളി പള്ളിക്ക് സമീപം ഇന്ന് കരക്കടിഞ്ഞത്. അജ്മൽ ദിനാർ തിരുവനന്തപുരം ചെയ്യുന്നു. അജ്മൽ, ഈ കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലെന്ന് പറയുമ്പോൾ തന്നെ ദുരൂഹത ഉയരുന്നു. കൊലപാതകമെന്ന സംശയത്തിലാണോ നിലവിൽ പോലീസിന്റെ അന്വേഷണം? എപ്പോഴാണ് കരക്കടിഞ്ഞത്? ഈ മരിച്ച സ്ത്രീ ആരെന്ന് ഇതുവരെ വ്യക്തമായിട്ടുണ്ട്? സുഹൈൽ, ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടിയാണ് വേളി കടപ്പുറത്ത് തീരത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കരക്കടിയുന്നത്. രാവിലെ 7:30 മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് ഈ മൃതദേഹം കണ്ടതും. ഉടൻ അവർ പോലീസിനെ അറിയിക്കുകയും തുമ്പ പോലീസും കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംഭവം എന്ന് പറയുന്നത് ഒരു 55-നും 60-നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ 2 കൈകളും കൂട്ടിക്കെട്ടിയ നിലയിലാണെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും അതൊരു ദുരൂഹത സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഒരു കൊലപാതകമാകാമെന്ന ദുരൂഹത, ആ ഒരു സാധ്യതയെ പോലീസ് അടക്കം തള്ളിക്കളയുന്നില്ല. അതുകൂടാതെ മൃതദേഹത്തിൽ മൂക്കിൽ നിന്ന് ചോര വാർന്ന് പുറത്തേക്ക് പോകുന്ന നിലയിലായിരുന്നു. ഇത് മൃതദേഹത്തിന് അധികം പഴക്കമില്ല എന്നുകൂടിയുള്ള സൂചനകളാണ് നൽകുന്നത്. ഏതായാലും കോസ്റ്റൽ പോലീസും തുമ്പ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പോലീസ് കൊലപാതക സാധ്യതകളും അതോടൊപ്പം തന്നെ മൃതദേഹത്തിന്റെ പഴക്കമടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ സ്ത്രീ ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ട് കൂടിയില്ല. സുഹൈൽ, കൊലപ്പെടുത്തിയ ശേഷം കടലിൽ ഉപേക്ഷിച്ചതാണോ, കൈക്കാലുകൾ കെട്ടിയിട്ട ശേഷം കടലിൽ തള്ളിയതാണെന്നോ അടക്കമുള്ള സംശയങ്ങളാണ് വരുന്നത്. എന്തായാലും കൊലപാതകം എന്ന സംശയത്തിൽ, ആ നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണമുള്ളത്. ഏറ്റവും പ്രധാനമായും കൊല്ലപ്പെട്ടതാരെന്ന് തിരിച്ചറിയണം. സമീപത്തെ പോലീസ് സ്റ്റേഷനിലടക്കം രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസുകളടക്കം പരിശോധിച്ചാണ് പോലീസിന്റെ അന്വേഷണം തുടങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.